യെസ്, പറവൂരിൽ പുകയുന്നത് എന്ത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. CPM നേതാവ് KJ ഷൈനിനെതിരായ സൈബർ ആക്രമണ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. KM ഷാജഹാന്റെ യൂട്യൂബ് ചാനൽ ഉൾപ്പെടെ 100ഓളം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്കെതിരെയാണ് പരാതിയുള്ളത്. കൂടാതെ കോൺഗ്രസ് നേതാക്കളായ ജിൻഡോ ജോൺ, ഗോപാലകൃഷ്ണൻ എന്നിവരെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. KM ഷാജഹാനെതിരെ എറണാകുളം ജില്ലയിലെ CPM MLA മാരും പരാതി നൽകിയിട്ടുണ്ട്. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, അന്വേഷണം പുരോഗമിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം പ്രചാരണങ്ങൾ നടന്ന സൈബർ ഹാൻഡിലുകളെ തന്നെയാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. ഇതിൽ ജിൻഡോയ്ക്കും ഗോപാലകൃഷ്ണനും എതിരെയുള്ള പരാതി എന്താണ്? ചിൽസി, ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ ടീച്ചറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു എന്നുള്ളത് തന്നെയാണ്. കേസെടുത്ത് ടീച്ചറുടെ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. ഈ മൊഴിയിൽ ചില പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും ഷാജഹാൻ, യൂട്യൂബർ ഷാജഹാനെതിരെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി പറയുന്നത്. അതായത് ഈ വീഡിയോ ആദ്യമായി ഒരു സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ തുടർന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളൊരു സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. മറ്റൊന്ന് പ്രധാനമായും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇട്ട പോസ്റ്റുകൾ അല്ലെങ്കിൽ പ്രചരണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടാണ് മറ്റുള്ളവർക്കുള്ള കേസെല്ലാം എടുത്തിരിക്കുന്നത്. പറവൂരിലെ ഒരു പ്രാദേശിക നേതാവ് ഗോപാലകൃഷ്ണനാണ് ആദ്യം ഈ പോസ്റ്റ് ഇട്ടത് എന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാം പ്രതിയാണ് ഈ ഗോപാലകൃഷ്ണൻ. ഈ കേസ് എടുത്തതിന് പിന്നാലെ അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഈ സ്ഥലത്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒളിവിലാണോ എന്നും സംശയമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ രണ്ടുപേരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവരിൽ നിന്നും മൊഴിയെടുക്കേണ്ട കാര്യങ്ങളുമുണ്ട്. മറ്റൊന്ന്, ജിൻഡോ ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ 100ഓളം സമൂഹ മാധ്യമ പേജുകൾ പോലീസ് ഫോളോ ചെയ്യുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റുകൾ പ്രചരിപ്പിച്ച സാഹചര്യത്തിൽ അതിൻ്റെ ആധികാരികത അടക്കം പരിശോധിച്ച് ഈ ടീച്ചർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിച്ച് മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഈ ടീച്ചറുടെ മൊഴി, ഒപ്പം തന്നെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുക എന്നത് തന്നെയാണ് പോലീസ് പ്രധാനമായും പരിശോധിച്ചും തുടർ നടപടികൾ ചെയ്തു വരികയും ചെയ്യുന്നത്. അതായത് ആലുവ സൈബർ പോലീസ് SHOയ്ക്കാണ് അന്വേഷണ ചുമതല. ഇന്നലെ ടീച്ചറുടെ അടുത്ത് വന്ന് അവർ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. തുടർ നടപടികൾ ഇപ്പോൾ പോലീസ് സ്വീകരിച്ചു വരികയാണ്. മറ്റൊരു പ്രധാന കാര്യം, KN ഉണ്ണികൃഷ്ണൻ MLA ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഷാജഹാന്റെ വീഡിയോയിൽ പ്രധാനമായും ആരുടെയും പേര് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും ഈ പ്രതിസ്ഥാനത്തുള്ള MLA-മാരുടെ പേരുകൾ പറയുന്നതിനൊപ്പം CPM MLA, എറണാകുളം ജില്ലയിലെ CPM MLA-മാരുടെയൊക്കെ പേരുകൾ, ഈ നിയോജക മണ്ഡലങ്ങളെല്ലാം തന്നെ ചേർത്ത് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് കോതമംഗലം, കൊച്ചി, അതുപോലെ കുന്നത്തുനാട് MLA-മാർ ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. PV ശ്രീനിധൻ MLA, ആന്റണി ജോൺ MLA, KJ മാക്സി MLA, ഇത്തരം 3 പേരും മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരം പരാതികളിലും തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട പരാതികളിൽ കേസെടുത്തേക്കും. സ്വാഭാവികമായും ഈ കേസെടുത്താൽ പിന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. ഏറ്റവും പ്രധാനമായും 1ഉം 2ഉം പ്രതികൾ അവരുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ടീച്ചറുടെ ഒരു പ്രതികരണം നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റേ തുടർ നടപടികൾ, മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നൊന്നും നമുക്ക് അറിയാനുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണവും ഉണ്ടാകും. കാരണം പ്രതിപക്ഷ നേതാവൊക്കെ ഇന്നലെ തന്നെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ജിൽസി.